നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ന്യൂസിനെ കുറിച്ചാണ്. പുരാതന മായൻ സംസ്കാരത്തിൻ്റെ പ്രധാന തെളിവുകൾ മെക്സിക്കോ കാടുകളിൽ നിന്ന് പുതുതായി കണ്ടുകിട്ടിയിരിക്കുന്നു. ഒരു പുതിയ ന്യൂസാണത്. നമുക്കറിയാം, മായൻ കലണ്ടർ എന്നൊക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും പണ്ടേ പരിചയമുണ്ടായിരിക്കും. ഈ മായൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ 1500 വർഷം മുമ്പ് പഴക്കമുള്ള മായൻ സംസ്കാരത്തെ പറ്റിയുള്ള എല്ലാ കൃത്യമായ എവിഡൻസുകളുമായി കാട്ടിൽ നിന്ന് നമുക്ക് കണ്ടുകിട്ടിയിരിക്കുന്നത്. ആർക്കിടെക്ചർ വിഭാഗമായുള്ള ആളുകൾ, പുരാവസ്തു ഗവേഷകന്മാരൊക്കെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുതിയ ന്യൂസ് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയുടെ ദൗത്യം. കാരണം പല സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രധാന തെളിവാണ് ഇന്ന് കണ്ടുകിട്ടിയിരിക്കുന്നത്. മായൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പോലത്തെ പിരമിഡുകളും മറ്റും കാട്ടിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. കൊട്ടാരങ്ങൾ, കൊത്തളങ്ങൾ, മറ്റുള്ള എല്ലാ തെളിവുകളും. മായൻ സംസ്കാരം ഒരുപാട് കാലം മുമ്പ് നിലനിന്നിരുന്നു എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും വ്യക്തമായ ഒരു തെളിവ് ഇതാദ്യമായാണ് കണ്ടുകിട്ടുന്നത്. അമേരിക്കൻ കാടുകളിൽ നിന്നാണിത് കണ്ടുകിട്ടുന്നത്. ഏതായാലും ഇതൊരു പുതിയ ന്യൂസാണ്. മനുഷ്യ സമൂഹം ഉണ്ടായി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നുള്ളതിനുള്ള തെളിവുകൾ കൂടിയാണത്. അവരുടെ പല കണ്ടെത്തലുകളും അതുപോലെ തന്നെ നല്ല സംസ്കൃതി നിലനിന്നിരുന്നു എന്നുള്ളതിന് പഴയകാല തെളിവുകളൊക്കെ നമുക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി നമുക്ക് ഗൂഗിളിൽ തിരയാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ ന്യൂസായാലാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഏതായാലും ശരി, ഇന്നിപ്പോൾ അതിൻ്റെ സംസ്കാരങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിലും നമ്മളെ ഈ സംസ്കൃതി എവിടെ നിന്ന് ആരംഭിച്ചു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് കുരങ്ങിൽ നിന്നല്ല നമ്മൾ ഉണ്ടായത് എന്നതിലേക്കാണ്. കാരണം കുരങ്ങ് വേറെ തന്നെയാണ് ഉണ്ടായത്, മനുഷ്യൻ വേറെ തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പറയുന്നതിനോട് യോജിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം തവള നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പലവിധ തവളകളുണ്ട്. ഈ തവളകളൊക്കെ തന്നെ ചാടുന്ന കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മനുഷ്യനായി തന്നെ ഉണ്ടായി, അത് ഉണ്ടായിട്ടും ഒരുപാട് കാലമായി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മുമ്പ് പല തരം സ്പീഷീസുകൾ ഭൂമിയിലുണ്ടായിരുന്നെങ്കിലും കൂടി മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ് ഈ സംസ്കൃതി രേഖപ്പെടുത്തുന്നത്. കാരണം ഒരുപാട് അന്നത്തെ മോഡലിലുള്ള കെട്ടിടങ്ങളും അന്നത്തെ മോഡലിലുള്ള കുളങ്ങളും കളിത്തളങ്ങളും അതുപോലെ പലവിധ തെളിവുകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ പഴക്കമുള്ള മനുഷ്യരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് അതിൽ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മനുഷ്യനിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അതിലേക്ക് തന്നെയാണ് പലവിധ തെളിവുകളും ഉത്ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മായൻ സംസ്കാരത്തിൽ പഴയ കാലത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലോകം അവസാനിക്കാൻ അവരുടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു, അത് പ്രകാരം ആയി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഏകദേശ സൂചനയും ഇപ്പോൾ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അത്തരമൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങളിൽ ഞാൻ എത്തിച്ചു തന്നതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണ്. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് തെളിവുകളൊന്നും ലഭിച്ചില്ലെങ്കിലും ഈ ന്യൂസ് നിങ്ങൾക്ക് മറ്റുള്ള ഗൂഗിളിലും അതുപോലുള്ള വാർത്താ മാധ്യമങ്ങളിലൊക്കെ തിരയാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിർത്തുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.